ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പായസം റെസിപ്പിയാണ്, സേമിയ പ്രഥമൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് വറുത്ത സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുക്കാത്ത സേമിയാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കാം. ഒരു വലിയ നാളികേരം ചിരകിയെടുത്തതാണിത്. ഇതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കണം. മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് 1-ാം പാല് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ബാക്കിയുള്ള പാല് വെള്ളം ചേർത്തിട്ട് നന്നായി പിഴിഞ്ഞെടുക്കാം. 3/4 കപ്പ് 1-ാം പാല് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. 4 കപ്പോളം 2-ാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ കട്ട പിടിക്കാതിരിക്കാനായിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി വേവുന്നത് വരെ തിളപ്പിക്കുക. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കാം. 5 ശർക്കര ഉരുക്കി അരിച്ചെടുത്ത പാനിയാണിത്. ഇത് ഇതിലേക്ക് ചേർക്കാം. ശർക്കര ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് മധുരമാണ് ഇപ്പോൾ ഉള്ളത്. പായസത്തിന് നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 5 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. സേമിയ പായസം കുറച്ച് ലൂസായിട്ട് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സമയത്ത് 1/2 കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് വറുത്തെടുക്കുക. 10-12 എണ്ണം വീതം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.